ഇന്നത്തെ വീഡിയോയിൽ കോട്ടയം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജഡായുപ്പാറയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ഈ ജഡായുപ്പാറിനെ കുറിച്ചും വിശേഷങ്ങളെല്ലാം പലരും കണ്ടിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ എത്താൻ പറ്റും കേട്ടോ. ഗൂഗിൾ മാപ്പിൽ ജഡായുപ്പാറ അല്ലെങ്കിൽ ജഡായു എർത്ത് സെൻറ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പ്രയാസമൊന്നും കൂടാതെ ഇങ്ങനെ എത്താനായിട്ട് സാധിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണിത്. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലൊക്കേഷൻ അടുത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ ജഡായു എർത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഫേസിലോട്ട് കിടന്നിട്ടുണ്ട്, ആ ഒരു വഴിയിലോട്ട് നമ്മൾ കിടന്നിട്ടുണ്ട്. റോഡിൽ നിന്ന് ഏകദേശം 850 മീറ്ററാണ് ഈ ഒരു സ്പോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഏകദേശം 64 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്പോട്ടാണിട്ടത്. നമ്മളങ്ങനെ എക്സാക്ട് സ്പോട്ടിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഒരു എൻട്രി ഫീ ഉണ്ട്. പക്ഷെ അത് കാറിന് വേണ്ടി പാർക്കിംഗ് ഫീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു പാർക്കിംഗ് ഫീ നമ്മുടെ വണ്ടിക്ക് വന്നിട്ട് 30 രൂപയുണ്ട് കാറിന്. വലിയ വണ്ടികൾക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കണം. അവിടെ ആയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ജഡായുപ്പാറയുടെ ആ ഒരു എൻട്രൻസിൻ്റെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ വണ്ടി അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടാ. ഈ വരുന്ന വഴിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും വണ്ടികൾ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ടാവും കേട്ടോ. ആ ഒരു റോപ്പ് വേട വഴിയാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് എന്തോരം ബസ്സെന്ന് അറിയാം, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാ. അപ്പം എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റഫറാണ് എൻ്റെ കൂടെ ഈ യാത്രയിലുള്ളത്. അപ്പം ജഡായുപ്പാറയുടെ ആ ഫ്രണ്ടിലെ ഒരു പോർഷനാണ് നമ്മൾ കാണുന്നത് കേട്ടോ, ഇത് എൻട്രൻസിൻ്റെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ട്. നോക്കി ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൂടുതലും ഫോറിനേഴ്സ് അതേപോലെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് കൂടുതൽ ഇന്നൊരു ഇതിൽ കേട്ടോ. മലയാളികൾ ഇന്ന് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാത്റൂം ഫെസിലിറ്റി ഒക്കെ അടിയിലാണ് ഉള്ളത് കേട്ടോ. ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അയ്യപ്പന്മാർ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഫീയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറേ പേര് റിട്ടേൺ പോകുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പ് മാർഗം കയറണമെങ്കിൽ എൻട്രി ഫീ പ്ലസ് വാക്കിംഗ് ഫീ അടക്കം നമ്മളിത് 325 രൂപയാണ് പെർ പേഴ്സൺ മേടിക്കുന്നത് കേട്ടോ. അതേപോലെ റോപ്പ് കാറാണെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ പ്ലസ് റോപ്പ് കാറിന് വരുന്നത് 555 രൂപയാണ് ഒരു പേഴ്സൺ വരുന്നത് കേട്ടോ. വളരെ മനോഹരമായ രീതിയിൽ എന്താ പറയുക, പൂവൊക്കെ ഹാങ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മൾ എൻട്രി ഫീ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. നമ്മുടെ ക്രിസ്റ്റഫർ അപ്പോൾ അവിടെ ടോക്കൺ എടുക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയായിരിക്കും ഇവിടുത്തെ വരുമാനം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ കണക്കൂട്ടിക്കോട്ടെ. 555 രൂപയുണ്ടാവും. അതേപോലെ എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നോട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ വീക്ക് ഡേയിലെയും സമയവും വീക്കെൻഡിലെ സമയവും എഴുതിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി നമുക്ക് അലൗഡാണ് കേട്ടോ. പക്ഷേ വലിയ ക്യാമറകളൊന്നും ഉപയോഗിച്ച് ഇവിടെ ചേരാനും പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റഫർ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. 531 രൂപയാണ് 2 പേർക്ക് മുകളിലോട്ടുള്ള GST അടക്കമുള്ള എൻട്രി ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പാത്ത് വേയിലൂടെ നടന്ന് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ വേണം നമ്മൾ ഇനി മുകളിലോട്ടുള്ള റോപ്പ് വേയുടെ എൻട്രി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാം കേട്ടോ. അങ്ങനെ മുന്നോട്ട് നടന്ന് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ നമ്മളെടുത്ത എൻട്രി ഫീയുടെ ടിക്കറ്റ് ഇവിടെ കാണിച്ചാൽ നമുക്ക് മുന്നോട്ട് ചെല്ലാം കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് അടുത്ത സെക്ഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ റോപ്പ് കാറിൻ്റെ ടിക്കറ്റും അതേപോലെ റോപ്പ് കാറിൻ്റെ ആ ഒരു സ്റ്റേഷനൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ എർത്ത് ജഡായു എർത്ത് സെൻറ്ററിൻ്റെ ചെറിയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ മുകളിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല നീണ്ട ലൈനാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടുത്തൊരു ക്യൂ ഉണ്ട്, പിന്നെ ഒരു ക്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചെടുത്ത് വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങളത് ഉള്ളിലോട്ട് കടത്തി വിട്ടു കേട്ടോ. അപ്പം ഞാൻ ലൈനിൽ നിൽക്കുകയാണ്. ക്രിസ്റ്റഫർ മുകളിലോട്ടുള്ള റോപ്പ് വേള ടിക്കറ്റ് എടുക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പല സ്ഥലങ്ങളിലുള്ള റോപ്പ് വേയുടെ പരസ്യങ്ങളാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഫ്ലെക്സിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ മെയിനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ച് കയറേണ്ട ഒരു സംഭവം ഉണ്ടാകും, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തമില്ല, പിന്നെ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമുള്ളൂ, പിന്നെ അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 578 രൂപയാണ് പ്ലസ് GST അടക്കം നമുക്ക് മുകളിലോട്ടുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഫ്രണ്ടിലെ ആളുകളൊക്കെ കുറച്ച് ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു പോക്ക് പോയിട്ട് ഇത് അവിടെ ആയിട്ടൊരു സീറ്റിംഗ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ലൈനായിട്ട് പോയി ഇരിക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങളുടെ പഞ്ചിങ്ങും കഴിഞ്ഞിട്ടാ. ഞങ്ങൾ ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ സീറ്റിലോട്ട് പോയിരിക്കണ്ട. ഇനി കുറച്ചധികം നേരം നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടത് വരുന്നതാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ മുന്നത്തെ ടീമും കുറച്ചധികം നേരം ഇരുന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു റോ ഫില്ല കേട്ടോ. ഇതിൻ്റെ അത് കുറച്ച് മലയാളികളുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസും പിന്നെ മറ്റ് ഫോറിനേഴ്സൊക്കെ ഉണ്ടാ. അങ്ങനെ ഞങ്ങളിത് അടുത്തൊരു ക്യൂവിലോട്ട് പോവേണ്ട. ഇവിടെ ആയിട്ട് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ജഡായുപ്പാറയുടെ ചെറിയ വിഷ്വൽസും കാര്യങ്ങളും മുകളിൽ DJ പാർട്ടിയുടെ എന്തോ മുൻനടന്ന പരിപാടിയാണെന്ന് തോന്നുന്നു.
അങ്ങനെ ഓരോ സെറ്റപ്പായിട്ട് ഞങ്ങളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് നിർത്തിയിട്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്യാപ്പിച്ചിന് 50 രൂപ, ടീ 40 രൂപ, നമ്മുടെ ചായക്ക് 40 രൂപ. നമ്മുടെ നാട്ടിലെങ്കിൽ ഈ ഒരു 40 രൂപയ്ക്ക് 4 ചായ കുടിക്കാനായിട്ട് സാധിക്കുന്നതാണ്ട. അങ്ങനെ ഞങ്ങൾ ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സെക്ഷനായിട്ട് ഇവിടെ നാളുകളെ വിട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകണ്ട. അപ്പോൾ അവിടെ ആയിട്ട് ചെറിയൊരു തിരക്കുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് കഫ്റ്റീരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ചായ, സ്നാക്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗമായിട്ടുള്ളൊരു ഫോട്ടോ എടുപ്പാണ്. ഇത് സൗജന്യമല്ല കേട്ടോ. ഇത് നമുക്ക് ടീമായിട്ടൊക്കെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഒരു റെസീറ്റ് തരും, നമുക്ക് തിരിച്ച് വരുമ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫെയറും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. നമ്മളെന്തായാലും നേരെ പോകേണ്ട. നമ്മൾ ഈ ഒരു വഴിയിൽ പോകുന്ന ഈ ഒരു നിലയിലായിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡിലായിട്ട്. അപ്പോൾ വരുമ്പോൾ ആ വഴിയാണ് നമ്മൾ വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റേഷനോട് എത്തി കേട്ടോ, റോപ്പ് കാർ സ്റ്റേഷനോട് എത്തി. ഇവിടെ ആയിട്ട് നല്ലൊരു തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ റോപ്പ് കാറിൻ്റെ മെഷീൻ്റെ ഒരു ചക്രം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ റോപ്പ് കാർ ഇങ്ങനെ അടുത്തെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം 4 ബോഗിയുള്ള ഒരു റോപ്പ് കാറാണ് വന്നിട്ടുള്ളത്. ഒരു റോപ്പ് കാറിൽ 8 പേർക്കിരിക്കാം. 640 കിലോ താങ്ങാവുന്ന റോപ്പ് കാറിന് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ വന്ന് റോപ്പ് കാറിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കുത്തിക്കയറ്റുള്ള പരിപാടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളും റോപ്പ് കാറിൽ കയറി. അങ്ങനെ 4ാമത്തെ റോപ്പ് കാറിൽ ഞങ്ങളും കുത്തിക്കയറി കേട്ടോ. ഒരു തമിഴ് കപ്പിൾസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു മലയാളി ഫാമിലി ഉണ്ട് കേട്ടോ. അവസാനത്തെ റോപ്പ് കാറിലും ആദ്യത്തെ റോപ്പ് കാറിലും പോകുന്നവർക്കാണ് വിഷ്വൽസ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. 1 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് അടിയിൽ നിന്ന് മുകളിലോട്ടുള്ള റോപ്പ് കാറിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ കേട്ടോ. ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹെലിപ്പാഡിൻ്റെ സൗകര്യം കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക്. അപ്പോൾ മുകളിൽ നിന്നായിട്ട് ഗ്രീൻ കളറുള്ള 4 സെറ്റ് റോപ്പ് കാർ അടിക്ക് ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ പോകുന്നത് ഒരു ആകാശ നീലയിലണ്ട മുകളിലോട്ട് പോകുന്നത്. അതേപോലെ തന്നെ വൈറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 3 റോപ്പാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതേ മുകളിൽ ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ അതേ മുകളിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആ ഒരു ഭാഗത്തായിട്ട് സിപ്പ് ലൈൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അടിയിലെ പോലെ തന്നെ ഉണ്ട് ഈ ഒരു റൗണ്ട് ചെയ്യുന്ന ഒരു സംഭവം എന്നാണ്. അത് ആ സിപ്പ് ലൈൻ്റെ ബോക്സാണ് കാണുന്നില്ലേ. അപ്പോൾ കൊറോണയ്ക്ക് മുന്നേ വരെയും ഇവിടെ നിന്ന് ഇതാ കാണുന്ന ഒരു ചെറിയ ബോക്സ് വരെ സിപ്പ് ലൈൻ പ്രവർത്തിച്ചിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണത് പ്രവർത്തനം നിർത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഒരു അഡ്വഞ്ചറായിട്ടുള്ള സെറ്റപ്പാണ് നമ്മുടെ ഈ ഒരു ജഡായുപ്പാറ കേന്ദ്രീകരിച്ച് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് മാർഗം വരുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജഡായുപ്പാറയുടെ വിശേഷങ്ങളൊക്കെ കാണാൻ നമുക്ക് മുകളിലോട്ട് കയറാം. മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങി വരുമ്പോഴേ ഇവിടെ ആയിട്ട് വീൽ ചെയർ യാത്രക്കാർക്ക് പറ്റിയതുണ്ട്, അതേപോലെ തന്നെ നോർമൽ സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 വഴി നമുക്ക് കയറാം. നമ്മളെന്തായാലും സ്റ്റെപ്പ് മാർഗം മുന്നോട്ട് കയറി വന്നത് ഇങ്ങനെ നോക്കുമ്പോണ്ടല്ല, നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും വലിയ ജഡായു സ്റ്റാച്ചു ഇങ്ങനെ കാണാനായിട്ട് പറ്റും. എത്ര മനോഹരമുള്ളൊരു ഫീലാണെന്നറിയാം. സമയം ഇപ്പോൾ 12:30, നല്ല തണുത്ത ക്ലൈമറ്റ്, മലന്നടിച്ച് വീണ് കിടക്കുന്ന ഒരു ദൃശ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. വെട്ടേറ്റ് കിടക്കുന്ന ആ ഒരു രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. 200 അടി നീളം, 150 അടി വീതി, 75 അടി ഉയരത്തിലാണ് ഈ ഒരു പ്രതിമ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രതിമയിൽ കയറിയിരിക്കാനോ നിൽക്കാനോ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ഭംഗിയിലാണ് നൽകി ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത ഫീൽ തന്നെ കേട്ടോ. സ്റ്റെപ്പ് മാർഗം വരുന്ന വഴിയാണിട്ടത്. ഈ ഒരു വഴി 826 സ്റ്റെപ്പ് താണ്ടി വേണം നമ്മളിത് വരാനായിട്ടുണ്ട്. ഇടയിലായിട്ട് ചെറിയ വിശ്രമ കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ മുകളിലോട്ട് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ 2 തട്ടുകടകളുണ്ട് കേട്ടോ. 2-3 ഓപ്പൺ ആയിട്ടില്ല ചായ, അതേപോലെ ചെറിയ സ്നാക്സ് സംഭവങ്ങളൊക്കെ കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് മുന്നോട്ടായിട്ട് നടക്കാൻ നീങ്ങാം കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് ചെറിയ വിശ്രമ കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ ചെന്നാൽ നമുക്ക് ആകെ സൗജന്യമായി കിട്ടുന്ന ഒരേ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ പച്ചവെള്ളം ഉണ്ടാകും. അത് ഫിൽറ്റർ ചെയ്ത് ഇവിടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലിഫ്റ്റ് സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്ത് അടച്ചിട്ടേക്കേണ്ട. അതെന്തായാലും നല്ലൊരു കാര്യമുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വീൽ ചെയർ യാത്രക്കാർ അതേപോലെ പെട്ടെന്ന് ശാരീരിക വെല്ലുവിളികളൊക്കെ കൊണ്ടുവരാനായിട്ട് വളരെ നല്ലൊരു കാര്യമുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു പാർക്ക് സെറ്റപ്പിൽ നല്ല ഭംഗിയിലൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്തോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെക്കൻ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ ഇവിടെ വെള്ളം കുടിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഇതിനുള്ളിലോട്ടുള്ള ഒരു പ്രവേശനം എന്ന് പറഞ്ഞാൽ ഇതാണ്ട. ഇതിനുള്ളിൽ പ്രവേശനം ഉണ്ടായിരുന്നാണ് പറയുന്നത്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും നിരോധിച്ചേക്കാണ്. അവിടെ ഒരു 60 തിയേറ്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പറയേണ്ട. ഈ ഒരു ശില്പത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ആയ കണ്ണിലൂടെ വന്ന് കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ.
എന്തായാലും അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഇവിടെ വന്നപ്പോൾ അത് കടച്ചിട്ടേക്കണ്ട. ഇതായിട്ടൊരു DJ പരിപാടി അല്ലെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ വെക്കുന്നൊരു സ്ഥലമുണ്ട്. അത്യാവശ്യം ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ആയിട്ട് അന്ന് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ ഒരു കാണുന്നത്. അതും ഇതിൻ്റെ മുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാജീവ് അഞ്ചൽ എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത ശില്പിയും സംവിധായകനും കൂടിയായ വ്യക്തിയാണ് ഈ ശില്പത്തിൻ്റെ വർക്കിൻ്റെ പിന്നിൽ പറഞ്ഞേണ്ട. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കിട്ടും. ഒരുപാട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പൊതുസമൂഹത്തിനും കൂടി ഷെയറുള്ളൊരു സംഭവം കൂടിയൊക്കെയാണെന്നാണ് പറയണത്. ഇത് അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അന്നത്തെ നമ്മുടെ ടൂറിസ്റ്റ് മന്ത്രിയും കാര്യങ്ങളൊക്കെ ഇടപെട്ട് അന്നത്തെ MLA ഒക്കെ ഇടപെട്ടിട്ട് അങ്ങനെ ഓരോ സെറ്റപ്പിലൂടെയൊക്കെയാണ് ഇത് സെറ്റപ്പ് ആക്കിയെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ആ സെറ്റപ്പൊക്കെ ഗൂഗിളൊക്കെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതിനെ വെറുതെ മുഷിപ്പിക്കണമെന്നില്ല. അപ്പോൾ അതേ ഇവിടെ ഗൈഡൊക്കെ ആയിട്ട് വരുന്ന ടീമുകളൊക്കെ നല്ല നല്ല നിരന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. വന്നിരിക്കേണ്ട സംഭവമാണ്. 550 രൂപ കൊടുക്കണമെന്നുകൊണ്ട് കാര്യമില്ല. വെറൈറ്റി ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ ആയിട്ട് ബാത്റൂം സൗകര്യങ്ങളുണ്ട് കേട്ടോ. മുകളിൽ ആകുള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. രാവണനും ജഡായും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ ഒരു ജഡായി പാറയിലാണ് വെച്ചാൽ നടന്നതെന്നും ഈ ഒരു പാറയിൽ വെട്ടിയിട്ട് വീണെന്നും അങ്ങനെയൊക്കെയാണ് കഥകൾ, ഐതിഹ്യം കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു അടിപൊളി രാമൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് നടന്നു നീങ്ങാണ്ട. അപ്പോൾ പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ആദ്യത്തെ കേരളത്തിലാദ്യത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് വേണമെങ്കിൽ ഇതിനെ സൂചിപ്പിക്കാം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ. കുറച്ച് സ്റ്റാച്യൂസും അതേപോലെ തന്നെ കുറച്ച് രുദ്രാക്ഷ അങ്ങനെയുള്ള സംഭവങ്ങൾ ബുക്കൊക്കെ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് പൂജയും കാര്യങ്ങൾക്കുള്ള ഒരു ചെറിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പലതരം പൂജകളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതേ മുകളിൽ കയറി അമ്പലത്തിൻ്റെ അടുത്ത് വന്നു കേട്ടോ. ശരിക്കും ഇതൊരു സിനിമക്ക് ലൊക്കേഷൻ ഇട്ട ഒരു സെറ്റ് പോലെ നമുക്ക് തോന്നുന്നു കേട്ടോ. പക്ഷേ എന്താ ഫീൽ എന്നറിയാം, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. ശരിക്കും നിങ്ങൾ പറയണം കേട്ടോ, തള്ളു പറയണല്ല, എന്തായാലും വന്ന് ഫീൽ ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. എല്ലാവരും വന്ന് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയുള്ള ഇവിടുത്തെ ഒരു പ്രധാന സംഭവം വെച്ചാൽ ഇവിടുത്തെ കുരങ്ങളൊക്കെ ശ്രദ്ധിച്ചോട്ട് ഒട്ടും അപകടകാരികളല്ല എന്നാണ് പറയണം. നമ്മുടെ മേത്തൊക്കെ കീറും. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറയും നിങ്ങളൊന്നും ചെയ്യില്ല, യാതൊരു കുഴപ്പമില്ല, അപകടകാരികളല്ല എന്നാണ് പറയണം. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഷ്ഠ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തൊട്ട് ഫ്രണ്ടിലായിട്ട് രാമനെ കണ്ടുകൊണ്ട് ഹനുമാനും, റൈറ്റ് സൈഡിലായിട്ട് സീതാദേവിയും, ലെഫ്റ്റ് സൈഡിലായിട്ട് ലക്ഷ്മണനും പിന്നെ മറ്റു ഉപാദേവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ കുരങ്ങന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞില്ലേ എത്ര ക്യൂട്ടാണ്. ഇങ്ങനെ ഇരിക്കണ ഇരിപ്പാണ്ട് ഒരു ശല്യമില്ല. എല്ലാവരും കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങേണ്ട. ഈ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പാറയിൽ രാമൻ്റെ പാദം പതിഞ്ഞൊരു സ്ഥലം അതവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറയിൽ നമ്മുടെ ആദ്യമായിട്ട് കൊടുവിളക്ക് കത്തിച്ച് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി തമ്പുരാട്ടിയാണെന്നാണ് പറഞ്ഞത്. 2019 ആ ഒരു ഭാഗം ഗ്ലാസ് ആയിട്ട് വെച്ചേക്കേണ്ട രാമൻ്റെ പാദത്തിൻ്റെ ഒരു മാർക്കണായി കാണിക്കുന്നത്. ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ ജസ്റ്റ് പൗസ് ചെയ്ത് ഫുള്ള് വായിച്ചു നോക്കട്ടെ. നാരായണപിള്ള എന്ന് പറഞ്ഞ വ്യക്തിനെ സൂചിപ്പിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഇവിടെ വീരമൃത്യു മരിച്ച ഒരു അഖിൽ എന്ന് പറഞ്ഞ പയ്യനെയും ഇതാക്കിക്കൊണ്ടാണ് ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരു ഫോറിൻ കപ്പിൾസ് കേട്ടോ. തൻ്റെ ഭാര്യ സ്ട്രോക്ക് വന്നിട്ടോ. ആ ഒരു ഭാര്യനെയും കൊണ്ട് വീൽ ചെയറിലാണ് പുള്ളി വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ലിഫ്റ്റ് വഴി നല്ലതാണ് കേട്ടോ. ലിഫ്റ്റൊക്കെ ഉള്ളത് ഇങ്ങനെ ഒരു കാര്യങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുണ്ട്. പക്ഷേ ഇവർ പോകുന്ന റോപ്പ് കാറിൽ തന്നെ കേട്ടോ. അങ്ങനെ നമ്മളിതേ ഉള്ളിലോട്ട് നടന്ന് നീങ്ങേണ്ട. ഒരുപാട് നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കേട്ടോ പുറത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സംഭവങ്ങൾ ഈ മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. സ്റ്റെപ്പ് മാർഗം വന്നവർക്ക് തിരിച്ച് നമുക്ക് എന്തിനാ റോപ്പ് വേയിലൂടെ പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് റോപ്പ് വേയിലൂടെ പോകാട്ടോ. പക്ഷേ നമ്മൾ അടിയിൽ നിന്ന് വരുമ്പോൾ 1 സൈഡ് ടിക്കറ്റില്ല, ഡബിൾ സൈഡ് ടിക്കറ്റ് എടുത്താണ് വരുന്നത്. അത് വന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് മാർഗം അടിയിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും സ്റ്റെപ്പ് മാർഗം വരാനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബോഡി കണ്ടീഷനൊക്കെ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വരാം. അങ്ങനെ നമ്മുടെ റോപ്പ് കാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ജഡായുപ്പാറയുടെ മുകളിൽ നിന്ന് തിരിച്ചടിയിലോട്ട് പോകാനായിട്ട് പോകേണ്ട. അങ്ങനെ നമ്മളിതേ ജഡായുപ്പാറിനോട് ബൈ പറഞ്ഞുകൊണ്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പോഴാണ് ശ്രദ്ധിച്ചതല്ല. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ യാത്ര വേണമെങ്കിൽ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാട്ടെ. നമ്മളിത് താഴെ വന്ന് ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് റോപ്പ് കാർ കയറിയ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 12D സിനിമാസ്, അതേപോലെ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കഴിക്കാം. ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായില്ല. അപ്പോൾ ആ ഒരു ടീമിന് ഇവിടെ നിന്ന് അവർ എഡിറ്റ് ചെയ്ത് ജഡായുപ്പാറയുടെ പിക്കൊക്കെ വെച്ച് ബാക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു പാവക്കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു കയറേണ്ട അവിടെ നടക്കുന്നത്. നല്ല ഭംഗിയുള്ള പാവക്കുട്ടികളുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടെ രസമുണ്ടല്ലേ, എല്ലാം നല്ല ഉരുണ്ട് നമ്മുടെ അല്ലേ, നല്ല ഭംഗിയുള്ള ഡോളുകളുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അടിയിലോട്ട് ഇറങ്ങേണ്ട. ഇവിടെ ആയിട്ട് ഇപ്പോഴും നല്ല തിരക്കേണ്ട, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മ കയറിനേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പോഴും കേട്ടോ. സമയം ഇപ്പം 2:30 കേട്ടോ. നല്ല തിരക്കുള്ള ടൈമാണിത്. ഏറ്റവും അടിയിൽ നമ്മൾ എന്താ പറയുക, എൻട്രി ഫീ എടുക്കുന്ന ഒരു ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഒരുപാട് പേര്, ഒരുപാട് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല കേട്ടോ. അടിപൊളി ഒരു സംഭവമുണ്ട്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. അത്ര മനോഹരമായ ഒരു ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.